ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും വലിയ ഒരു നിരാശയിലിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സെപ്റ്റംബർ 2024 മുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായുള്ള വലിയൊരു തകർച്ചയാണ് അല്ലെങ്കിൽ ഒരു താഴ്ചയാണ് ഇതിന് കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് ഒരുപാട് പണം നഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു ഈ കഴിഞ്ഞു പോയത്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് ലിക്വിഡിറ്റി നഷ്ടപ്പെട്ടു. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ താഴ്ന്നു പോയതുകൊണ്ട് പണമാക്കി മാറ്റാൻ പറ്റാതെ ലിക്വിഡിറ്റി നഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു ഈ കഴിഞ്ഞ് പോയ ഒരു കാലഘട്ടം, ഒരു 4-5 മാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്, പവർഡ് ബൈ ഹോംസ് ഫൈനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ താഴ്ചകൾ അല്ലെങ്കിൽ ഇടിവുകൾ സംഭവിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപും സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആളുകൾക്ക് സാധിക്കും, പക്ഷേ ഉണ്ടാക്കിയ പണം നഷ്ടപ്പെടുത്താതെ ലാഭമെടുക്കാനായിട്ട് ഭൂരിഭാഗം ആളുകൾക്കും സാധിക്കാറില്ല. ഇപ്പോൾ വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും ഇങ്ങനെയുള്ള തകർച്ചകളെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ തകർച്ച എന്നുള്ളത്. മിക്കവാറും നല്ല ഇൻവെസ്റ്റേഴ്സ് ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് ലിക്വിഡിറ്റി ചെയ്തിട്ടുണ്ടാവും, ഒരു വിറ്റിട്ടുണ്ടാവും. ഇനി കൂടുതൽ ലാഭം കിട്ടിയ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് ഷെയറിൽ നിന്ന് പോർട്ട്ഫോളിയോ, അതായത് ആ പോർട്ട്ഫോളിയോ എന്ന് പറയും നമ്മൾ കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകളിലേക്ക് മാറ്റിയിട്ടുണ്ടാവും കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിച്ചത്? സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡെക്സ് താഴ്ന്നു പോകാൻ പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്തു, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വലിയ ഫണ്ടുകൾ സെല്ല് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ അതിന് കാരണം ഒരു പക്ഷേ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ലിക്വിഡിറ്റി കൂട്ടുന്നതായിരിക്കാം. അതായത് അവർക്ക് ക്യാഷായിട്ട് വെക്കാനുള്ള എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാവാം. അപ്പോൾ അല്ലെങ്കിൽ മറ്റു മാർക്കറ്റിൽ കൂടുതൽ ലാഭം കിട്ടുന്നു എന്നുകൊണ്ട് അവർ വേണമെങ്കിൽ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെടാം. ഇതും ഒരു കാരണം. പിന്നെ ഈ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് സമയങ്ങൾ അത് പ്രധാനപ്പെട്ട എലക്ഷൻസ്, ലോകത്താകമാനം പ്രധാനപ്പെട്ട കൺട്രീസിലൊക്കെ എലക്ഷൻ്റെ സമയമായിരുന്നു, പ്രത്യേകിച്ചും അമേരിക്കയിലൊക്കെയുള്ള എലക്ഷൻ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ അവിടുത്തെ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പോളിസി ചേഞ്ചസ് സംഭവിച്ചു. അപ്പോൾ ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ പല രീതിയിലും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഇന്ത്യയും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ട്രേഡ് താരിഫുകൾ, ചാർജസ്, ഇതുണ്ടാക്കുന്ന ചില നെഗറ്റീവ് ഇമ്പാക്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് തകരാനുള്ള കാരണമായി എന്നുള്ളതാണ് നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ, അതായത് ആ സ്റ്റോക്കിലെ പ്രൈസിൻ്റെ വാല്യുവേഷൻ, അത് തന്നെയാണ് ഒരു കാരണം. കാരണം കൊറോണയ്ക്ക് ശേഷം അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള പ്രൈസിൻ്റെ അപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ ഇത് വളരെ വലുതായിരുന്നു. അപ്പോൾ അതുണ്ടാക്കിയൊരു മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസിലുണ്ടായൊരു വർധനവ്, ഇത് ജസ്റ്റിഫൈ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് കമ്പനികൾക്ക് പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറുകളിലൊക്കെ വരുന്ന റിസൾട്ടുകൾ വളരെ മോശമായിരുന്നു. അപ്പോൾ ഇതാണ് മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പലപ്പോഴും ഫോളോ ചെയ്യുന്നത് ഒരു സമാധാനപരമായിട്ടുള്ള സാമൂഹിക അന്തരീക്ഷത്തിൽ കമ്പനികൾ ഏറ്റവും നന്നായിട്ട് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും തകർച്ച സംഭവിച്ചാൽ അത് മാർക്കറ്റിനെ വളരെ രീതി, അപ്പോൾ അതിൻ്റെ ഒരു രീതി അനുസരിച്ച് അത് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. ഇത് മാത്രമല്ല, മാർക്കറ്റിൽ സ്റ്റോക്കിൻ്റെ വില ഉയരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കമ്പനി ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഏണിങ്സ് ആണ്. അപ്പോൾ ആ ഏണിങ്സിൽ കുറവ് വന്നാലും മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യും, താഴേക്ക് പോകാനായിട്ട് കാരണമാവും. ഇപ്പോൾ പല കമ്പനികളുടെ ഷെയറുകളും 50-60% കൂടുതൽ താഴ്ചയിൽ പോയിട്ടുണ്ട്. അപ്പോൾ വിദഗ്ധമായ ഉപദേശങ്ങളോടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ നല്ല അഡ്വൈസ് എടുത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.